അദ്ദേഹത്തിന്റെ അടുത്ത കുഞ്ഞിനെ അവൾ പ്രസവിച്ചു, അമ്മയായി, അല്ലെ, 2 കുഞ്ഞുങ്ങളുടെ അമ്മയായി. ലോകത്ത് യാതൊരു തരത്തിലുള്ള ആശ്രയവും ഇല്ല എന്ന് വിചാരിച്ച ഒരച്ഛനെയും മകനെയും അവൾ അവളുടെ സ്വന്തം ജീവിതത്തിലേക്ക്. രേണുസുധിയെ കുറിച്ചാണ് എല്ലാവരും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. രേണുസുധി വൈറലാണ് അല്ലേ. ആരാ എന്താണെന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. അന്തരിച്ച കലാകാരനായ സുധിയുടെ വൈഫ്, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞ വിധവ അല്ലെ. വിധവയായതുകൊണ്ട് തന്നെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളൊരു ബോധമുള്ളത് കൊണ്ട് നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുക. അതെ, ഞാൻ ഈ പറയുന്നതിനർത്ഥം രേണുസുധി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ നല്ലതാണ് എന്നുള്ളതല്ല. മറ്റൊരു ഭാഗം കൂടെ ശ്രദ്ധിക്കണം. ഒരു വ്യക്തി നല്ലതാണോ ചീത്തയാണോ ചെയ്യുന്നതെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. പിന്നെ നമ്മുടെ കൺമുന്നിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പോസിറ്റീവായിട്ട് എടുക്കുന്നവരുമുണ്ട്, നെഗറ്റീവായിട്ട് എടുക്കുന്നവരുമുണ്ട്. അപ്രീഷിയേറ്റ് ചെയ്യുന്നവരുമുണ്ട്, അത് മോശമാണെന്ന് തന്നെ വ്യക്തമായി പറയുന്ന ആളുകളുമുണ്ട്. രേണുസുധിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, സുധി എന്ന് പറഞ്ഞ കലാകാരൻ മരിച്ച് എനിക്ക് തോന്നുന്നു ഒരു 6 to 7 months അല്ലെങ്കിൽ അറൗണ്ട് ഒരു 1 year ആളെ പുറത്തേക്ക് കാണാനില്ലായിരുന്നു. 1-2 ഇൻ്റർവ്യൂസ് മാത്രം കൊടുക്കും. മറ്റാരെങ്കിലും വഴി വൈറലായെങ്കിലേ ഉള്ളൂ. എക്സാമ്പിൾ, ഒരു പെർഫ്യൂമിൻ്റെ സബ്ജക്റ്റ് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. ലക്ഷ്മി നക്ഷത്ര ഒരു പെർഫ്യൂം, അതായത് സുധി എന്ന് പറയുന്ന കലാകാരൻ്റെ ശരീരത്തിൻ്റെ ഗന്ധമുള്ള പെർഫ്യൂം മേക്ക് ചെയ്ത് ദുബായിൽ എവിടുന്നോ മേക്ക് ചെയ്ത് അത് രേണുവിന് കൊടുത്തു. അത് സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാക്കി എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിലൂടെ രേണുസുധിയും വൈറലായി. അതിനൊക്കെ ഇപ്പുറത്തേക്ക് കുറച്ച് മാസങ്ങളായി രേണുസുധി അവരുടെ തൊഴിലിടം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അഭിനയം. ഒരു കലാകാരൻ്റെ ഭാര്യയാണല്ലോ. അതായത് ഇവർ വിവാഹം ചെയ്തിട്ട് ചിലപ്പോൾ വിരലിലെണ്ണാവുന്ന വർഷങ്ങളെ ആയിട്ടുണ്ടാവുള്ളൂ. എങ്കിൽ പോലും കലാകാരൻ്റെ കൂടെ ആയിരുന്നല്ലോ ജീവിച്ചിരുന്നത്. അപ്പോൾ ഒരു കലാവാസന അടുത്തൂടൊക്കെ പോയി എന്നിരിക്കും. മാത്രമല്ല, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത്രയും നാളും വീട്ടിൽ മാതാപിതാക്കളുടെയും അത് കഴിഞ്ഞ് ഭർത്താവിൻ്റെയും ഒരു സംരക്ഷണത്തിൽ കഴിഞ്ഞ സ്ത്രീകൾ, അത് സ്വയം പര്യാപ്തമല്ലാത്ത സ്ത്രീകൾ ഒരുപാടുണ്ട് നമ്മുടെ കേരളത്തിൽ, ഒരുപാടുണ്ട്. അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ തൊഴിലിടമായിട്ടോ ഒന്നും അധികം പരിചയമുണ്ടാവില്ല. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു തൊഴിലിടത്തിൽ ജോലി കിട്ടിയാൽ അവർ എത്രമാത്രം അതുമായിട്ട് കണക്റ്റ് ആവും എന്ന് മനസ്സിലാവില്ല. അത് ആ തൊഴിൽ കൊടുക്കുന്ന ആളുകൾക്കും ഇവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. തൊഴിൽദാതാവിന് സംതൃപ്തി കിട്ടുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും ഇവർ കാഴ്ചവെക്കണം എന്നില്ല, അല്ലെ. ഇവരെ സംബന്ധിച്ച് അതെടുക്കാൻ വയ്യാത്തൊരു ടാർഗറ്റ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഭാരം ഒക്കെ ആയിരിക്കും. രേണുസുധിയുടെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ അവരെ സംബന്ധിച്ചുള്ള വാർത്തകളുടെ ഇടയിൽ എവിടെയോ കണ്ടു. ഫ്ലവേഴ്സ് ചാനലിലെ ആ ഒരു ഇവരുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്ന ആ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അതിൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്ന അനൂപ് ഇവർക്ക് അക്കൗണ്ടന്റ് ആയിട്ട് ഒരു ജോലി വാഗ്ദാനം ചെയ്തു. അവരത് നിരസിച്ചു അത്രേ. അപ്പം അതിനുള്ളൊരു എക്സ്പ്ലനേഷനായിട്ട് രേണു പറയുന്നുണ്ട്, എനിക്ക് അക്കൗണ്ടിങ് അറിയത്തില്ല, ഞാൻ എന്ത് ചെയ്യാനാണ് അവിടെ പോയിരുന്നത്. സത്യമാണ്. ഇപ്പോൾ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൊമേഴ്സിലൊക്കെ കുറച്ചെങ്കിലും അറിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരെ ഒരു 6 മാസം കൊണ്ടെങ്കിലും ഒന്ന് പഠിച്ചെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാനൊരു ജസ്റ്റ് ഒരു കാലാവധി അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങൾ വീട്ടുകാരുടെ സംരക്ഷണത്തിൽ ജീവിച്ച, ജോലിക്ക് പോയെന്നും അധികം പരിചയമില്ലാത്ത, വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം പുറത്തേക്കൊക്കെ പോയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർ പെട്ടെന്ന് പോയി ഒരു അക്കൗണ്ടിങ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടാണ് അവർക്ക് മനസ്സിലായി. സുധി മരിച്ചു കഴിയുമ്പോൾ അവരുടെ വീട്ടിലുണ്ടാകുന്ന, അദ്ദേഹം കലാകാരനായിരുന്ന ജീവിച്ചിരുന്ന സമയത്തും ഫ്ലവേഴ്സ് ചാനലിലെ ആ പ്രോഗ്രാമിലൊക്കെ വന്ന് ഇടയ്ക്കിടെ പറയുമായിരുന്നു ഇവരുടെ പ്രാരാബ്ധങ്ങൾ. അതായത് പലരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് കഴിച്ചുകൂട്ടിയ ദിവസങ്ങളുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് അത്രയേറെ പ്രാരാബ്ധമുള്ള ഒരു കുടുംബം അദ്ദേഹം നഷ്ടമായപ്പോൾ, മരിച്ചു കഴിഞ്ഞപ്പോൾ എത്ര പ്രാരാബ്ധത്തിന്റെ പടുകുഴിയിലേക്ക് ചെന്ന് വീണിട്ടുണ്ടാവും. നമുക്കൊക്കെ അറിയാം. ഒരു പരിധി വിട്ട് താഴെയുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു ഫാമിലിയിലാണ് രേണു എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് അവർക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ്. ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അധികമായി പൈസ കിട്ടുന്ന അല്ലെങ്കിൽ ഇൻകം കിട്ടുന്ന മറ്റൊരു മേഖലയും ഇല്ല അല്ലേ. ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഷോർട്ട് ഫിലിംസ്, ആൽബം, ഇതൊക്കെ തന്നെയാണ്. മാത്രമല്ല ഫെയിം, ആ ഒരു സംഭവം ഇഷ്ടമല്ലാത്ത ആരുണ്ടോ? അപ്പോൾ ഈ ഒരു 2 ഘടകങ്ങളും ചേർന്ന് വന്നപ്പോൾ അവരതിനെ ചൂസ് ചെയ്തു അല്ലേ. പക്ഷെ അവരിപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ നല്ലതോ ചീത്തയോ ഒന്ന് മുദ്ര കുത്തേണ്ട ആവശ്യവും അല്ല ജഡ്ജ് ചെയ്യേണ്ട ആവശ്യവും നമുക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർ ആ ഇൻഡസ്ട്രിയിലോട്ട് ചെന്നു. ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? പോൺ ഫിലിംസിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സണ്ണി ലിയോൺ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ബോളിവുഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളായി മാറി അല്ലേ. അപ്പം അങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്.
പിന്നെ എന്തുകൊണ്ട് വിധവയായ രേണുസുതി അഭിനയ മേഖലയിലേക്ക് കടന്നപ്പോൾ അവരുടെ ഡയറക്ടർ പറയുന്ന വേഷവിധാനങ്ങൾ അതേത് രീതിയിലാണെങ്കിലും അവർ അഭിനയിക്കുന്നു. അവർ അഭിനയിച്ചപ്പോൾ മാത്രം ഇത്രയധികം സൈബർ ബുള്ളിങ്. ചുരുക്കി പറഞ്ഞാൽ അവരവരുടെ തൊഴിൽ മേഖലയിൽ അവർക്ക് കിട്ടുന്ന അഡ്വൈസ് അനുസരിച്ച്, ഡിറക്ഷൻസ് അനുസരിച്ച് അവർ അഭിനയിക്കുന്നു. അവർക്ക് അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂംസ് ഇടുന്നു. അവരുടെ തൊഴിലിടമാണത്. ചില ആളുകളൊക്കെ റിയാക്ട് ചെയ്യുന്ന പഴയ ലൈവൊക്കെ എടുത്തിട്ട് ആ പെങ്കുശിനെ സൈബർ ബുള്ളിങ്ങിനെ ഇട്ട് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഒരു പരിധിയുണ്ട്. ഒരു സ്ത്രീയെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ, യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ലോകം മുഴുവൻ കാണാൻ, ആർക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു സ്ത്രീയെ റിയാക്ട് ചെയ്യുന്നതിന് മിനിമം ഒരു മര്യാദ ഉണ്ടായിരിക്കണം. ഇന്ന് ഞാൻ കണ്ടതാണ് ഒരു റിയാക്ഷൻ, പഴയ ലൈവ് വീഡിയോ. അതായത് ഈ സുധി മരിച്ചു കഴിഞ്ഞ് ഒരു 6 to 7 months ഇവർ ഭയങ്കര ട്രോമയായിരുന്നു, ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ആയിരുന്നു. അറിയുന്നവർക്ക് അതൊക്കെ അറിയാം. ഓക്കെ, ആ സമയത്ത് ഇവർ ലൈവിൽ ഇവരെ ആരോ എന്തോ പറഞ്ഞെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ പെർഫ്യൂമിന്റെ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരത്തി വൈറൽ ആവുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് അതായത് നെഗറ്റീവായിട്ട് പറഞ്ഞ ആളുകളെ പൊട്ടിത്തെറിച്ച് എന്തൊക്കെയോ റിയാക്ട് ചെയ്യുന്നുണ്ട്. ആ പഴയ വീഡിയോ എടുത്ത് ഇന്ന് റിയാക്ട് ചെയ്യാണ്. അപ്പൊ മനഃപൂർവ്വം ഒരു പെണ്ണിനെ ബുള്ളിങ്ങിന് ഇട്ടു കൊടുക്കാണ്. ഇപ്പോൾ ഇത് കാണുന്ന നിങ്ങളിൽ ചിലരെങ്കിലും പറയും, എന്താ അവള് ചെയ്യുന്നതിനല്ലേന്ന്. അതിനുള്ള ഉത്തരമാണ്, ഇത് പഴയ കാലമല്ല. രാജാറാം മോഹൻ റോയ് വരുന്നതിന് മുന്നുള്ള കാലഘട്ടമല്ല ഇത്. വിധവകൾ തലമുണ്ടനം ചെയ്ത് വൈറ്റ് സാരി ചുറ്റി ഒരു റൂമിലിരിക്കുക, അല്ലെങ്കിൽ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കുക എന്നുള്ള സിസ്റ്റം ഇന്നില്ല. അവരെ തലങ്ങും വിലങ്ങും സൈബർ ബുള്ളിങ് ചെയ്യുക. രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ അങ്ങനെ ഇങ്ങനെ, അതായത് ഒരു പരിധി വിട്ടുള്ള സൈബർ ബുള്ളിങ് ആണ്. അവരെന്ത് ചെയ്താലും അവരെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റിയാക്ഷൻ വീഡിയോസ് ഇടുന്ന ആളുകളുടെ ചുറ്റുവട്ടത്തുള്ള ഇതുപോലെയുള്ള സ്ത്രീകൾ ഉണ്ടാവില്ലേ, അവരൊക്കെ വീടടച്ച് റൂമിൽ കയറിയിരിക്കുകയാണോ? അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അധ്വാനിച്ച് ചെലവ് കൊടുക്കാൻ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഒക്കെ ഉണ്ടാകും. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതൊന്നുമില്ല. അവർക്ക് ഈ ഭൂമിയിൽ നിലനിന്ന് പോകണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ആഹാരം കഴിക്കണം, അല്ലെ? ഒരു കുഞ്ഞുണ്ട്, കുഞ്ഞിനെ നോക്കണം. ഈ പഴയ ലൈവ് വീഡിയോസ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്ന ആളുകൾ ഒരു മാസം കിട്ടുന്ന റവന്യൂവിന്റെ പകുതി അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? അതായത് റിയാക്ട് ചെയ്യണം. അവർ ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ശരിയാണ്, പക്ഷെ ഒരു 30% ഒക്കെ എവിടേക്കോ പാളിച്ചകൾ വരുന്നുണ്ട്. നമ്മളത് നോക്കേണ്ട കാര്യവുമില്ല. റിയാക്ട് ചെയ്തോ, ഒരു ലിമിറ്റ് ഉണ്ട്. സ്ത്രീകളെ റിയാക്ട് ചെയ്യുമ്പോൾ, അതും യൂട്യൂബ് പോലുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സ്ത്രീകൾക്കെതിരെ സംസാരിക്കുമ്പോൾ വേണ്ട മാന്യത പോലും ഇല്ലാതെ, സ്ത്രീകളല്ല കേട്ടോ, പുരുഷന്മാർ എല്ലാവരും ഇല്ല, 1-2 ഒക്കെ. കഴിഞ്ഞ ദിവസം ദീപ്തി ടീച്ചർ അവരെ കുറിച്ചുള്ള റിയാക്ഷൻ വീഡിയോയിൽ ഒരാളിരുന്ന് പറയുക, ക്വസ്റ്റ്യൻ ചെയ്യാണ് അവരുടെ സ്വകാര്യത, അവരുടെ സ്വകാര്യ ജീവിതത്തിൽ നടന്ന പ്രശ്നങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. എന്ത് കാര്യം? ഒരു സ്ത്രീയുടെ സ്വകാര്യ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ, എന്നിട്ട് പറയാ എന്തോ തകരാറുള്ളത് പോലെയൊക്കെ തോന്നുന്നുണ്ട്, എല്ലാവരുടെയും മുന്നിൽ ബോൾഡായിട്ടൊക്കെ നിൽക്കുക, നിങ്ങൾക്ക് ഇതൊക്കെ, ഒരു പെണ്ണല്ലേ ഇതൊക്കെ ചെയ്യേണ്ടതെന്ന്. ആഹാ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കണ്ടും ചെയ്യേണ്ടത് പെണ്ണുങ്ങളാണോ? പെൺകുട്ടികൾക്ക് വീഴ്ച പറ്റാറില്ലേ? അത് ഏത് ഭൂഗോളത്തിലായിരിക്കോ മഹാനൊക്കെ ജീവിക്കുന്നത്? പെൺകുട്ടികളെല്ലാം അറിഞ്ഞും കണ്ടും ചെയ്യണം, ആണുങ്ങളും എല്ലാം അറിഞ്ഞും കണ്ടും ചെയ്യണം. അവർക്ക് എന്തോ തകരാറുണ്ടല്ലോ എന്നാ പറയുന്നത്. അതായത് ചില കാര്യങ്ങൾ ഇവർ പറയുന്നത് കണ്ട സത്യമായിട്ടും ശിക്ഷാർഹമായിട്ടുള്ള തെറ്റാണ്. അതിനെക്കുറിച്ച് ബോധ്യമോ ഇല്ലാതെ ചുമ്മാ വന്നിരുന്നില്ല. സുരേഷ് ഗോപി സിനിമകളിലെ ഡയലോഗ് പോലെ ഇങ്ങോട്ട് പറപ്പിക്കുമ്പം കേട്ടിരിക്കുന്ന പൊട്ടന്മാര് വിചാരിക്കും എന്തോ വലിയ സംഭവമാണെന്ന്. പക്ഷെ നടക്കുന്നത് മുഴുവൻ നിയമപരമായിട്ടും വ്യക്തിപരമായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ് ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പെണ്ണിനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കുക, മാസങ്ങൾക്ക് മുന്നേ അവളുടെ ലൈവ് എടുത്ത് ഇപ്പോൾ ഇട്ടിട്ട് അതിനെ കളിയാക്കി സംസാരിക്കുക. അല്പം മാന്യത ഉണ്ടായിരിക്കണം. മാന്യത വേണം എന്നില്ല, മാന്യതയുടെ മുഖംമൂടി അണിയാമല്ലോ. പബ്ലിക് പേഴ്സൺ അല്ലേ, റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുകയല്ലേ, അപ്പോ മാന്യത ഉണ്ടാകാമല്ലോ, അല്ലേ? അപ്പൊ പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല. പുള്ളിക്കാരത്തേക്ക് പുള്ളിക്കാരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം, കുഞ്ഞിനെ നോക്കണം. അതിനു വേണ്ടിയിട്ട് ഏറ്റവും നല്ല വരുമാന മാർഗം എന്നുള്ളത് ഫിലിം ഇൻഡസ്ട്രി തന്നെയാണ്. ഒരു പക്ഷെ അവർക്ക് നേരത്തെ അത് ആഗ്രഹം ഉണ്ടായിരിക്കാം. വസ്ത്രധാരണം, അവർക്ക് അവരുടെ ഡയറക്ടർ പറയുന്ന വസ്ത്രങ്ങൾ അവർ ധരിക്കുന്നു.
ശരിയാണ്, ഒരുപാട് എക്സ്പോസീവ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കാറുണ്ട്. അപ്പം മലയാളികളെ സംബന്ധിച്ച് ഭർത്താവ് അങ്ങോട്ട് മരിച്ചതല്ലേ ഉള്ളൂ, എന്തിനാണ് ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്നത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷേ അവരുടെ നിലനിൽപ്പിന്റെ കൂടെ പ്രശ്നമായിരിക്കുമേ അത്. മനസ്സിലായില്ലേ? ഏതൊക്കെയോ ഇന്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്, എന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, കാരണം ഞാൻ കല്ല് പോലെയാണ്, എൻ്റെ മനസ്സ് കല്ലാണെന്ന്. അതായത് ആ ഒരു വ്യക്തിയുടെ മരണത്തോടു കൂടി പുള്ളിക്കാരത്തേക്ക് ആരോടും അതായത് ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. ആ ഒരു വ്യക്തിയായിരുന്നു പുള്ളിക്കാരത്തിയുടെ എല്ലാം. രേണു സുധി എന്ന് പറയുന്ന ആ ഒരു കോണ്ടന്റ് ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അവിടെ തട്ടിക്കളിക്കുന്നുണ്ട്, സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന ആളുകൾ ഓർക്കണം, രേണു സുധി എന്ന ചെറിയ പെൺകുട്ടി വർഷങ്ങൾക്ക് മുന്നേ ഭാര്യ കളഞ്ഞിട്ട് പോയ സുധിയെയും കുഞ്ഞിനെയും സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുത്തതാണ്. എത്ര പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യും? എത്ര പെൺകുട്ടികൾ അങ്ങനെ ചെയ്യും? അവൾ ആ തീരുമാനം എടുത്തപ്പോൾ അവൾ തീരെ ചെറിയ പെൺകുട്ടിയാണ്, 19 20 വയസ്സ്, 25 വയസ്സിനുള്ളിലുള്ള ചെറിയൊരു പെൺകുട്ടിയാണ്. അത്രയും ദൃഢമായ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കുടുംബക്കാരൊക്കെ എതിർത്തിട്ടുണ്ടാവും, ഒബ്വിയസ്ലി എതിർത്തിട്ടുണ്ടാവും. കാരണം ഒരു കുഞ്ഞുണ്ട്, ആൺകുഞ്ഞുണ്ട്, വിവാഹിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ഈ പെൺകുട്ടി ഭർത്താവായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര പേർക്ക് അത് ചെയ്യാൻ സാധിക്കും? തീരുമാനം മാത്രമായിരുന്നോ? എത്ര ഭംഗിയായിട്ട് അവൾ ജീവിച്ചു, മൂത്ത കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ. അതിനുശേഷം അദ്ദേഹത്തിന്റെ അടുത്ത കുഞ്ഞിനെ അവൾ പ്രസവിച്ചു, അമ്മയായി അല്ലെ, 2 കുഞ്ഞുങ്ങളുടെ അമ്മയായി. മൂത്ത കുഞ്ഞ് അവളെ അമ്മ എന്ന് തന്നെ ഇപ്പോഴും വിളിക്കുന്നത്. ഇപ്പോൾ അവൻ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്നിരിക്കും, പക്ഷേ ആ കാലഘട്ടങ്ങളിൽ നമ്മെ നഷ്ടപ്പെട്ട കുഞ്ഞിന് അമ്മ ഈ പെൺകുട്ടിയായിരുന്നു. സുധിയുടെ ഒപ്പം അവൾ ജീവിച്ചത് ഏറ്റവും നല്ലൊരു വീട്ടമ്മയായിട്ടായിരുന്നു അല്ലേ. അവൾ അവളുടെ ജീവിതം, അതായത് സാക്രിഫൈസ് ചെയ്യാന്ന് പറയത്തില്ലേ, ഒരാൾക്ക് കൊടുത്തു, അവരുടെ കുറവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ. ഇപ്പൊ ഇല്ല വീരവാദം അടിക്കുന്ന ആൾക്കാർ വന്ന് പറയും, പിന്നെ ഭാര്യ ഇട്ടിട്ട് പോകുന്ന കുറവാണോ എന്ന്. കുറവല്ല, എങ്കിലും മാനുഷികമായി ചിന്തിക്കുമ്പോൾ ചില ലയബിലിറ്റീസ് അവിടെയുണ്ട് അല്ലെ, ചില ബാധ്യതകൾ അവിടെയുണ്ട്. അതുപോലും മനസ്സിൽ വെക്കാതെ, അതൊന്നും അവളുടെ മുന്നിൽ ഒന്നുമല്ലായിരുന്നു. ആ വ്യക്തിക്ക് ഒരു ജീവിതം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, സുധി എത്ര സ്റ്റേജസിൽ എത്ര പ്രോഗ്രാമിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കുഞ്ഞിനെ പ്രോഗ്രാമിന്റെ സമയത്ത് കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ കൊടുത്തിട്ട് സ്റ്റേജിൽ കയറി പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സമയത്തൊക്കെയും ചങ്കിടിപ്പാണ്. ഈ പെൺകുട്ടി വിവാഹം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു സേഫ് ഹാൻഡിൽ കുഞ്ഞിനെ എത്തിച്ചു എന്ന് തോന്നിയത്. ചെറിയ പ്രായത്തിൽ അവൾ അത്രയും ചെയ്ത് ആ നല്ല കാര്യം എന്തുകൊണ്ട് ആരും പറയുന്നില്ല? അവളെ എടുത്തിട്ട് സൈബർ ബുള്ളിങ് ചെയ്യാൻ എല്ലാവർക്കും പറ്റുന്നുണ്ട്, പക്ഷെ അവൾക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആരും എടുക്കാത്ത തീരുമാനമാണ് ഈ പറയുന്ന വീരവാദം അടിക്കുന്ന, ഞാൻ പറഞ്ഞു എല്ലാവരെയും അല്ല, 1 2 ഇവരൊക്കെ ഇങ്ങനെ ഇപ്പം ഭർത്താവ് മരിച്ചതോ കുട്ടികളോ ആരെങ്കിലും ഒക്കെ ജീവിതം കൊടുക്കുമോ? എന്നിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുമോ? അവർക്ക് ഇതുവരെ അവരുടെ ജീവിതത്തിൽ കിട്ടാത്ത സമാധാനം കൊടുക്കുമോ? സന്തോഷം കൊടുക്കുമോ? അത് അവളെ കൊണ്ട് പറ്റിയിരുന്നു. ഒന്നുമില്ല എന്ന് തോന്നിപ്പോയ, ആശ്രയം ഇനി ഈ ലോകത്ത് യാതൊരു തരത്തിലുള്ള ആശ്രയം ഇല്ല എന്ന് വിചാരിച്ച ഒരച്ഛനെയും മകനെയും അവൾ അവളുടെ സ്വന്തം ജീവിതത്തിലേക്ക് എടുത്തു. അത് മറന്നുകൊണ്ട് എത്ര ആളുകൾ അവളെ ഇങ്ങനെ പിച്ചു ചീന്തും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം അതാണ്. അവളുടെ ആ ചെറിയ പ്രായത്തിൽ അവളെടുത്ത ആ തീരുമാനം, അവളുടെ ജീവിതം അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തത്. അതിനു മുന്നിൽ അവള് അഭിനയത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ഇച്ചിരി എക്സ്പോസീവായി ഇട്ടായാലും അവൾ ചെയ്ത ആ ഒരു കാര്യത്തെ ആരും ദയവ് ചെയ്ത് മറക്കരുത്.